ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവരും ഇങ്ങനെ ഗോൾഡൻ മൊമെൻറ്റ്സ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടറൊക്കെ അവരുടെ കാര്യം, സ്റ്റോറീസ്, കവിത ഒക്കെ പറഞ്ഞു. പക്ഷേ നിയമം അങ്ങനെ പറയാൻ പറ്റത്തില്ല. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കുറച്ച് നിയമവശങ്ങൾ പറയാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ സീനിയോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും ട്രാൻസിഷൻ ആയിട്ടുള്ള ഒരു ഫേസാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ചലനങ്ങൾ പതുക്കെ ആകുന്നു, നമ്മൾ ഏൺ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അത് നിർത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നവരായിരിക്കാം, എസ്പെഷ്യലി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അങ്ങനെ പല കാര്യങ്ങളും. അതിൽ നിന്നൊക്കെ നമ്മളൊന്ന് പുറകോട്ട് വലിയുന്നു. ബിക്കോസ് അവിടെ പുതിയൊരു ജനറേഷൻ ഇതെല്ലാം ടേക്ക് ഓവർ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശരിക്കും അവിടെ ചില നിയമപ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷേ നമ്മുടെ നിയമവും ഭരണഘടനയും ഒക്കെ പറയുന്നത് എവ്രി സീനിയർ സിറ്റിസൺ ഹാസ് എ റൈറ്റ് ടു ലീവ് ഇൻ എ ഡിഗ്നിഫൈഡ് എൻവയോൺമെൻറ്റ് എന്നാണ്. വളരെ ഇപ്പം പറഞ്ഞതുപോലെ, നമ്മൾ ഗോൾഡൻ മൊമെൻറ്റ്സിൽ പറഞ്ഞതുപോലെ വളരെ എൻജോയ് ചെയ്ത് ജീവിക്കാനുള്ള ഒരു അവകാശം എല്ലാ സീനിയർ സിറ്റിസനും ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഇൻറ്റൻഷനോടുകൂടെ കുറച്ച് നിയമങ്ങൾ നമ്മുടെ ഇവിടെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഈ വെസ്റ്റേൺ കൺസെപ്റ്റിലൊക്കെ വെൽഫെയർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് വെൽഫെയർ മിഷനറിയാണ്. അവിടെ വലിയ നിയമങ്ങൾ, അതായത് സോഷ്യൽ സാമൂഹിക സുരക്ഷയ്ക്കൊക്കെ വലിയ നിയമങ്ങൾ, വലിയ കവറേജുകൾ. പക്ഷെ നമ്മുടെ രാജ്യവും ആ പാത പിന്തുടർന്നുകൊണ്ട് കുറച്ച് നിയമങ്ങളൊക്കെ സീനിയർ സിറ്റിസണിന് വേണ്ടി എനാക്ട് ചെയ്യാൻ വന്നു. അങ്ങനെയുള്ള ഒരു ക്രൈറ്റീരിയയിൽ ഫസ്റ്റായിട്ട് നമുക്കൊരു നിയമം വന്നത്, അതായത് ഒരു സീനിയർ സിറ്റിസണെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു നിയമം വന്നത് 2007 ആ നിയമപ്രകാരം ആ നിയമം നമ്മളെ ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടാണ്. മെയിൻ്റനൻസ് എന്നൊരു കൺസെപ്റ്റ്, സീനിയർ സിറ്റിസണ് മെയിൻ്റനൻസ് എന്നൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫസ്റ്റ് ടൈം എവർ ആ നിയമത്തിലാണ്. ആ നിയമപ്രകാരം മെയിൻ്റനൻസ്, നമുക്കൊരു റൈറ്റ് ടു ഡിഗ്നിഫൈഡ് ലിവിങ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമുക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടേണ്ടത് ആ സീനിയോറിറ്റി എന്ന് പറഞ്ഞ ആ ഒരു രംഗത്ത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ അത് നമുക്ക് ആരോടാണ് ചോദിക്കാൻ പറ്റുന്നത്? അത് അഫ്കോഴ്സ് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ മക്കളോടാണ് നമുക്ക് ഈ ഇതിനകത്ത് മെയിൻ്റനൻസ് ചോദിക്കാൻ പറ്റുന്നത് നിയമപ്രകാരം. പക്ഷേ നിങ്ങളൊക്കെ വളരെ ഭാഗ്യവതികളായ ആൾക്കാരാണ്, അതിൻ്റെ ഒന്നും ആവശ്യം കാണത്തില്ല. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. നമ്മൾ കരുതിയവർ, നമ്മുടെ ജീവിതത്തിൽ അന്നോളം ഇന്നോളം നമ്മൾ കരുതിയവർ നമ്മൾക്ക് വയ്യാതാകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സീനിയോറിറ്റി ഫേസിലോട്ട് വരുമ്പോൾ നമ്മളെ കരുതണമെന്നില്ല. അതാണ് നമ്മൾ അതിനകത്ത് നിന്ന് മനസ്സിലാകേണ്ടത്. പക്ഷേ ഈ നിയമപ്രകാരം മക്കൾ ഒരു സീനിയർ സിറ്റിസണ് സ്വന്തമായി ജീവിക്കാൻ കഴിവില്ലെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് നിർബന്ധമായും കൊടുക്കണം. ഇനി മക്കളില്ലാത്തവരാണെങ്കിൽ, ഇപ്പോൾ ഈവൻ ഇഫ് ഗ്രാൻഡ് പേരൻസ് ആണെങ്കിൽ പോലും ഗ്രാൻഡ് ചിൽഡ്രൻ്റെ കയ്യിൽ നിന്നും മെയിൻ്റനൻസ് ചോദിക്കാൻ പറ്റും. പിന്നെ ഈ നിയമത്തിൻ്റെ വേറൊരു പ്രത്യേകത, ഈ ഒരു റൈറ്റിനെ അവർ ഈ കോടതിയുടെ ടെക്നിക്കാലിറ്റി, സാങ്കേതികത്തിൽ നിന്നൊക്കെ മാറ്റി ഒരു മെയിൻ്റനൻസ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി. ഈ മെയിൻ്റനൻസ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഓരോ ജില്ലയിലും RDO ആയിരിക്കും. അപ്പം RDO കോടതിയിൽ പോയി നമുക്കൊരു പരാതി എഴുതി കൊടുത്താൽ അവരൊരു എൻക്വയറി നടത്തി നമുക്ക് മെയിൻ്റനൻസ് തരാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ കോടതികൾ കൊടുക്കുമ്പോൾ നമുക്കറിയാം, കേസുകളൊക്കെ വർഷങ്ങൾ നീണ്ടുപോകുന്ന കേസുകൾ, ലീഗൽ ഫൈറ്റ്, അങ്ങനെ ലോ പോയിൻറ്റ്സ് പ്രശ്നങ്ങൾ, വക്കീലുമാരുടെ ഇൻ്റർഫറൻസ്, അതൊന്നും ഇല്ലാതെ ഒരു വക്കീലിൻ്റെ പോലും ആവശ്യമില്ലാതെ മെയിൻ്റനൻസ് കിട്ടുക, അതൊരു സ്പീഡി സിസ്റ്റത്തിലൂടെ കിട്ടുക. ഇപ്പം നമ്മളൊരു പെറ്റീഷൻ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 3 months അതിന് മാക്സിമം ടൈം പറയുന്നത്. അതിനകത്ത് ഈ പെറ്റീഷൻ നമുക്ക് തീർപ്പാക്കി മെയിൻ്റനൻസ് കിട്ടാനുള്ള ഒരു ഫെസിലിറ്റി. പിന്നെ അതിന് നമ്മുടെ നിയമം തന്നെ ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതാണ് വളരെ ഇപ്പം വേൾഡ് ടൂർ പോകാനൊന്നും നമുക്ക് മെയിൻ്റനൻസ് കിട്ടത്തില്ല. നമുക്കൊരു നോർമൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അപ്പം ഗവൺമെൻറ് തന്നെ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. 10,000 per month എന്നുള്ളതാണ് ആ ഒരു നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ നിയമത്തിൻ്റെ അടുത്ത ഒരു ഫീച്ചർ, വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൻ്റെ സ്വത്തുക്കളുടെ സംരക്ഷണമാണ്. നമുക്കറിയാം, നമ്മൾ പലരും
നമ്മളുടെ സ്വത്തുക്കൾ നമ്മൾ മറ്റുള്ളവർക്ക് മക്കൾക്ക് എഴുതി കൊടുക്കുന്നതാണ്. അതെല്ലാം സാധാരണഗതിയിൽ നമ്മൾ ഇഷ്ടദാനം അങ്ങനെയാണ് എഴുതുന്നത്. അങ്ങനെ ഉള്ളവർക്കറിയാം. ഒരു ഇഷ്ടദാനം അല്ലെങ്കിൽ ഗിഫ്റ്റ് ഡീഡ് എന്നൊരു കൺസെപ്റ്റിലാണ് അത് കൊടുക്കുന്നത്. അത് പ്രതിഫലമില്ലാതെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിങ്ങനെ എഴുതി കൊടുക്കുന്ന ഇഷ്ടദാനങ്ങളൊക്കെ ഇത് ആർക്കാണ് കൊടുക്കുന്നത്, അവർ പേരിൽ കൂട്ടി മ്യൂട്ടേഷൻ എഫക്റ്റ് ചെയ്ത് അതിൻ്റെ ലാൻഡ് ടാക്സ് അടച്ചാൽ ആ ഗിഫ്റ്റ് കംപ്ലീറ്റ് ആകും. പിന്നെ ആ ഗിഫ്റ്റ് നമുക്ക് റിവോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് സാധാരണ നിയമം, ജനറലൈസ്ഡ് നിയമം എന്ന് പറയുന്നത്. ഇനി അത് ഇൻകംപ്ലീറ്റ് ആക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമ്മൾ കോടതിയിൽ പോകണം, നിയമയുദ്ധം നടക്കണം. പിന്നെ അതിനകത്ത് കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട്. ആ പ്രൊവിഷൻസ് പ്രകാരം നമ്മൾ കോടതിയിൽ പോയെങ്കിൽ മാത്രമേ ആ ഗിഫ്റ്റ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ നിയമത്തിൽ സീനിയർ സിറ്റിസണിന് വേണ്ടി മാത്രമായിട്ട് പുതിയ ഒരു പ്രൊവിഷൻ, അവരുടെ ഒരു പ്രൊട്ടക്ഷണൽ മെഷർ, അവരുടെ പ്രോപ്പർട്ടിക്ക് ഒരു പ്രൊട്ടക്ഷണൽ മെഷർ എന്ന നിലയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഒരു സീനിയർ സിറ്റിസൺ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് ഡീഡ് കൊടുക്കുന്നു അയാളുടെ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ആ ഡീഡിൽ ഈ പറയുന്ന ഒരു കണ്ടീഷൻ ഇമ്പോസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഞാൻ ഈ വസ്തു നിങ്ങൾക്ക് തരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്നത് എൻ്റെ മെയിൻ്റനൻസിനായിട്ടാണ് എന്നും, ഇനി ആ മെയിൻ്റനൻസ്, അതായത് എന്നെ നിങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിൽ ആ വസ്തു എനിക്ക് തിരികെ എടുക്കാം എന്നുള്ള ഒരു പ്രൊവിഷനും കൂടെ ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആർക്ക് ഈ വസ്തു കൊടുത്തോ അവർ നമ്മളെ നോക്കാതെ അന്വേഷിക്കാതെ, ഡെഫിനറ്റ്ലി മക്കളായിരിക്കുമല്ലോ, അങ്ങനെ വരുന്ന ഒരു സമയമുണ്ടെങ്കിൽ ആ ഡീഡ് തന്നെ ക്യാൻസൽ ചെയ്ത് ആ വസ്തുവിലുള്ള ഉടമസ്ഥാവകാശം നമ്മൾക്ക് തിരിച്ചു തരണം എന്നാണ് ആ നിയമം പറയുന്നത്. അതിനെക്കുറിച്ച് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ സീനിയർ സിറ്റിസണ് വേണ്ടിയിട്ടുള്ള ഒരു നിയമം വന്നത് 2007 നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2008 അത് പ്രാബല്യത്തിൽ വരുന്നത്. 2008 ശേഷം നടന്ന ദാനാധാരങ്ങൾക്ക് മാത്രമേ അത് ബാധകമായിട്ടുള്ളൂ. അതിന് മുമ്പുള്ള പണ്ട് എഴുതി കൊടുത്തതൊന്നും ഇപ്പം തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. 2008 ശേഷം. പക്ഷേ അതിന് നിയമം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് വെക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ആ ആധാരത്തിൽ ഇത് സീനിയർ സിറ്റിസൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയുള്ളതായിരിക്കണം. ഇനി അത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അത് തിരിച്ച് എനിക്ക് തന്നെ വരും എന്നുള്ളൊരു കണ്ടീഷൻ അതിനകത്ത് വേണമെന്ന്. അപ്പം ആ സെക്ഷനിൽ അങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു നിയമം വന്നതിൽ പിന്നെ കുറേ കേസുകളുണ്ടായി. പലരും അങ്ങനെ കേസ് കൊടുത്തു, പലരും പല പ്രശ്നങ്ങളുണ്ടായി. അപ്പം അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ വരണം. നമ്മൾ പണ്ടും ഇപ്പം 2008 ശേഷമുള്ളതാണെങ്കിലും എഴുതി കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനൊന്നും ചിലപ്പം വെച്ചെന്ന് വരത്തില്ല. എങ്കിൽ പോലും ആ നിയമത്തിൻ്റെ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ സെക്ഷൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് ഇങ്ങനൊരു ഇൻറ്റൻഷനിലൂടെയാണ്. ഇറ്റ് ഇസ് എ ബെനഫിഷ്യൽ പീസ് ഓഫ് ലെജിസ്ലേഷൻ എന്ന് പറയും എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ആ ഭാഗത്തെ ഉള്ള ആ ഒരു വാക്വം ക്ലാരിഫൈ ചെയ്ത് 2025 ഒരു പുതിയ നിയമം വന്നിട്ട് പുതിയ ഒരു ഡിസിഷൻ വന്നു. ഈവൻ അങ്ങനെ എഴുതിയില്ലെങ്കിൽ പോലും സീനിയർ സിറ്റിസണിന് അത് ക്ലെയിം ബാക്ക് ചെയ്യാൻ പറ്റും എന്ന്. ഇനി കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പലരും പത്രത്തിൽ വായിച്ചു കാണും, മക്കൾ പ്രശ്നമുണ്ടാക്കിയ മക്കളെ ഇറക്കി വിടാനുള്ള ഒരു നിയമം ഉണ്ടെന്നൊക്കെ. കഴിഞ്ഞ ഒരു 2 വീക്സ് മുന്നേ ആണെന്ന് തോന്നുന്നു സുപ്രീം കോടതിയുടെ ഡിസിഷൻ. അതും ഇതേ കണ്ടക്സ്റ്റിലാണ് വന്നേക്കുന്നത്. കാരണം ആ കേസിൻ്റെ ഡീറ്റെയിൽസ്, ഒരു മകന് ഇങ്ങനെ പ്രോപ്പർട്ടി എഴുതി കൊടുത്തത് സീനിയർ സിറ്റിസൺ ഫാദർ കേസ് കൊടുത്ത് ബാക്കി ഇങ്ങോട്ട് ക്ലെയിം ചെയ്തു. അങ്ങനെ അവരിലേക്ക് വന്നപ്പോൾ ഈവൻ ഈ ട്രിബ്യൂണലിന് ഞാൻ പറഞ്ഞല്ലോ, മെയിൻ്റനൻസ് ട്രിബ്യൂണൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ, മെയിൻ്റനൻസ് ഒക്കെ തരുന്ന ആ ട്രിബ്യൂണലിന് മക്കളെ, മെയിൻ്റനൻസ് തരാത്ത മക്കളെ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ പോലും അധികാരമുണ്ടെന്നാണ് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ബീയിങ് സീനിയർ സിറ്റിസൺസ് നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ ആ നിയമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വേറൊരു കാര്യമുണ്ട്. കാരണം പിന്നെ നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി ക്ലിപ്സും കാര്യങ്ങളും, പ്രായമായവർ അടിക്കുന്നു, ഉപദ്രവിക്കുന്നു, ഭക്ഷണം കൊടുക്കാതിരിക്കുന്നു, പൂട്ടിയിട്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ള കുറേ നമ്മൾ ഇതെല്ലാം കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് കാണുമ്പോൾ എല്ലാവരും കമൻറ്റിനും പ്രതികരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഈവിൽ സൈഡ് അത് പ്രൊഹിബിറ്റ് ചെയ്യാനും ആ നിയമത്തിലൊരു
സെക്ഷനുണ്ട്, ദാറ്റ് ഈസ് അബാൻഡൻമെൻറ്റ് ഓഫ് സീനിയർ സിറ്റിസൺ. ഇത് ഈ പറയുന്ന ഭക്ഷണം കൊടുക്കാതിരിക്കുക, മെഡിക്കൽ ഇത് കൊടുക്കാതിരിക്കുക, പൂട്ടിയിടുക എന്നൊക്കെ പറയുന്നത് സീനിയർ സിറ്റിസണിനെ ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ്. അതിൻ്റെ ആ സെക്ഷൻ്റെ വേർഡിംഗ് ആണ് അബാൻഡൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ 3 വർഷം വരെ അവർക്ക് തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. ഇനി ഇപ്പം ഈ 3 സെക്ഷൻ ആണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ, ഈ സീനിയർ സിറ്റിസണിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക നിയമമെന്ന് ഞാൻ പറയുന്നത്. ഇനി സീനിയർ സിറ്റിസൺ ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ കിട്ടും. നിങ്ങളെല്ലാവരും കേട്ട് കാണും, പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. ഇവിടെ പലരും വന്ന് ക്ലാസ് എടുക്കുന്ന ഒരു ഇത് കേട്ടിട്ട് കാണും. അതും വളരെ അതും സീനിയർ സിറ്റിസണിന് ആശ്രയിക്കാവുന്ന നിയമമാണ്. വളരെ വിപ്ലവാത്മകമായൊരു മാറ്റമാണ് നമ്മുടെ ആ ഒരു ലീഗൽ ഫെമിനൈൻ ജസ്റ്റിസ് അല്ലെങ്കിൽ ജെൻഡർ ജസ്റ്റിസ് എന്ന കൺസെപ്റ്റിൽ, ഇന്ത്യൻ കൺസെപ്റ്റിൽ ആ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് പെൺമക്കളുണ്ട്, നമ്മളെ എല്ലാവരെയും പല വീടുകളിലോട്ടും വിവാഹം കഴിച്ചു കൊണ്ടുവന്നവരാണ്. പിന്നെ ഇന്ത്യൻ സിസ്റ്റത്തിൽ അതെങ്കിൽ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ പേരിൽ സ്വത്തുക്കൾ വളരെ അപൂർവമായ കേസുകളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. നമ്മളൊരു പെൺകുട്ടിയായി നമ്മളൊരു വീട്ടിൽ ജനിച്ചു, പിന്നെ നമ്മളെ കല്യാണം കഴിച്ചു വേറൊരു വീട്ടിലേക്ക് കൊണ്ടുവരുന്നു, ആ വീട്ടിൽ നമ്മൾ ജീവിക്കുന്നു. ഇനി നമ്മുടെ ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ വീട്ടിൽ താമസിക്കുമ്പോൾ, ഇനി വീട് നമ്മുടെ പേരിലാണോ? അല്ല, അത് ഒരുപക്ഷെ നമ്മുടെ ഭർത്താവിൻ്റെ പേരിലായിരിക്കാം, അല്ല നമ്മുടെ മകൻ്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ ചിലരുടെ ഉണ്ട് അമ്മായിയപ്പൻ്റെ പേരിലായിരിക്കാം. അങ്ങനെയൊക്കെ വരുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പം എല്ലാവരും നമ്മളോട് പറയുന്നു, ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതെൻ്റെ വീടാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഇറങ്ങിപ്പോക്കൂ. അതൊരു സ്ത്രീയെ സംബന്ധിച്ചൊരു വലിയൊരു ഡൈലമയാണ്. കാരണം നമ്മുടെ പേര് സ്വത്തുക്കളില്ല, പ്രോപ്പർട്ടിയില്ല, വസ്തുവില്ല, ഇനി ടൈറ്റിൽ ഇതുണ്ടോ, ആധാരമുണ്ടോ, ഒന്നുമില്ല. ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ നമ്മളൊന്നും അല്ലാതാകുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ആ അവസ്ഥയ്ക്കാണ് ഈ നിയമം ഒരു പരിഹാരം കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ റെവല്യൂഷണറി ആയിട്ടുള്ളൊരു ലീഗൽ കോൺസെപ്റ്റ് ആണെന്ന് ഞാൻ പറയും. കാരണം ആക്സസ് ടു മാട്രിമോണിയൽ ഹോം എന്ന് പറഞ്ഞ ഒരു റൈറ്റ് ഈ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒരു സ്ത്രീയെ അവളെ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന വീട്ടിൽ നിന്ന്, ഇനി വസ്തു അവളുടെ പേരിലല്ല, അവൾക്ക് അതിനകത്ത് ഒരു റൈറ്റുമില്ല, ടൈറ്റിലില്ല, ഇൻട്രസ്റ്റ് ഇല്ല, ആധാരമില്ല, ഒന്നുമില്ല, എങ്കിൽ പോലും അവിടെ താമസിക്കുന്നതിനുള്ള ഒരു അവകാശം ഈ സ്ത്രീക്കുണ്ട്. അത് സീനിയർ സിറ്റിസൺ ആണ്, ജൂനിയർ സിറ്റിസൺ, എല്ലാവർക്കുമുണ്ട്. അത് പലർക്കും, നമ്മൾ പല സീനിയർ സിറ്റിസൺസിനും ഉപകാരപ്പെടുന്ന ഒരു നിയമമായിരിക്കും. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കാരണം നമുക്കറിയാം, എസ്പെഷ്യലി പിന്നെ ഇപ്പം റീസെൻ്റ്ലി കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, അമ്മ ഒരു ഹോം മേക്കറാണ്. ഭർത്താവിൻ്റെ ഒപ്പം നിന്നു, മക്കളെ നോക്കി, ഭർത്താവ് അസറ്റുകൾ ഉണ്ടാക്കി, എല്ലാം ക്രിയേറ്റ് ചെയ്തു. ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ഭർത്താവ് മരിച്ചു പോകുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അമ്മ തന്നെയാകുന്നു, അമ്മ അല്ലെങ്കിൽ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ സംരക്ഷണയിലാകുന്നു. അങ്ങനെയുള്ള വരുന്ന ഒരു സാഹചര്യത്തിൽ പലരും കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, അമ്മ എന്താ ഉണ്ടാക്കി, അമ്മ എന്താ ഞങ്ങൾക്ക് സമ്പാദിച്ചു തന്നെ, ഇതെല്ലാം എൻ്റെ അപ്പൻ എനിക്ക് തന്നതാ, അമ്മയ്ക്ക് ഇനി ഭർത്താവ് ഒരു വിൽപ്പത്രം എഴുതി വെച്ച് അത് ഭാര്യയ്ക്കുണ്ടെങ്കിൽ പോലും അവിടെ അമ്മയുടെ ഇത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. അമ്മയ്ക്ക് എന്താ അവകാശം, അമ്മയുടെ വീട്ടിൽ നിന്നും വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? നമ്മുടെ അടുത്ത് വരുന്ന സീനിയർ സിറ്റിസൻ്റെ കഥകളാണ് ഞാനീ പറയുന്നത്. വളരെ എഫ്ലുവൻ്റ് ആയിട്ടുള്ള ഫാമിലിയിൽ ഏക്കർ കണക്കിന് വസ്തുക്കൾ. പക്ഷേ ജീവിത പങ്കാളി പോയി കഴിയുമ്പോൾ അവരവിടെ തനിച്ച് നിൽക്കുന്നു. അവർക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം ഉത്തരം വേണം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആരും ഡിപ്രസ്ഡ് ആകണ്ട. യു ഹാവ് ദ റൈറ്റ് ടു റിസൈഡ് ഇൻ യുവർ മാട്രിമോണിയൽ ഹോം. ഇനി അതിനെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോയാൽ ഉറപ്പായിട്ടും ഈ വീട്ടിൽ സ്വൈര്യമായിട്ട് താമസിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് കിട്ടും. 2, വേറെ വലിയൊരു പ്രശ്നം ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. ഫാദർ മരിച്ചു, ഇപ്പം ഇത് സ്ത്രീകളായതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ മക്കൾക്ക് അതായി, ആ ആവശ്യങ്ങളായി, ഈ ആവശ്യങ്ങളായി. ഒരു ദിവസം പിന്നെ എൻ്റെ തന്നെ ഒരു ക്ലയൻറ്റിൻ്റെ കാര്യം പറയാം. ഒരു അമ്മച്ചി, വളരെ നല്ല അമ്മച്ചിയാണ്, മക്കളെ എല്ലാം നോക്കി. അപ്പം ഒരു ഭർത്താവ് മരിച്ചു പോയി, പ്രോപ്പർട്ടിയൊക്കെ അവരുടെ പേരിലാണ്.
അപ്പോൾ പെട്ടെന്നൊരു ദിവസം അമ്മ പറഞ്ഞു, മോൻ വന്ന് പറഞ്ഞു, അമ്മ നമുക്ക് വീടൊന്ന് റിനോവേറ്റ് ചെയ്യാം, ലോൺ എടുക്കണം. ലോൺ എടുക്കുമ്പം അമ്മ വന്ന് വേണമല്ലോ ബാങ്കിൽ ഒപ്പിടാൻ. അമ്മ എൻ്റെ പേരിലോട്ട് അങ്ങ് എഴുതി തന്നേരെ. അങ്ങനെ ആകുമ്പം അമ്മയ്ക്ക് ബാങ്കിലും വരണ്ട, ഒന്നും ചെയ്യണ്ട. അപ്പോൾ അതിനെൻ്റെ മോനെ ഇപ്പം തന്നെ ചെയ്തേക്കാവല്ലോ, എനിക്ക് ബാങ്കിൽ കൂടെ കയറി ഇറങ്ങാനൊന്നും പറ്റത്തില്ല. അന്നേരം തന്നെ അവരൊരു പോലെ ഇഷ്ടദാനം ആധാരമൊക്കെ എഴുതി മകനങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോൾ മകൻ തന്നെയല്ലല്ലോ, ഇറ്റ്സ് എ ഫാമിലി, മരുമകളുണ്ട്, പല പല പ്രശ്നങ്ങൾ. അവർക്ക് ആ വീട് റീകൺസ്ട്രക്റ്റ് ചെയ്യണ്ട, അവർക്ക് ആ വീട് വിറ്റിട്ട് വേറെ വീട് വാങ്ങിക്കണം. അപ്പം വീടിങ്ങ് കംപ്ലീറ്റ് കിട്ടിയല്ലോ. അപ്പം അമ്മയെ ഒഴിവാക്കാൻ ഒരു മാർഗം, അതാണ് അവരതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ആരും ഇത് കേട്ട് പേടിക്കൊന്നും വേണ്ട. എനിക്ക് ഡോക്ടർ പറയുന്ന പോലെ ഷുഗർ കോട്ടഡ് ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഇതൊന്നും നിയമം അഡ്രസ്സ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ലൈഫിലെ ഹാർഷ് റിയാലിറ്റീസിനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ വിജിലൻ്റ് ആയിട്ട് ഇരിക്കുക. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വരുന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പോലും നിങ്ങൾക്ക് കോടതിയെ അപ്രോച്ച് ചെയ്തിട്ട് ആ ഒരു വിൽപ്പന, അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ മകൾ വിൽക്കുന്ന ആ വിൽപ്പന നമുക്ക് തടയാൻ പറ്റും ഈ പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന നിയമപ്രകാരം. നമ്മുടെ പേരിലല്ല വസ്തുവും നോക്കണം. ബാക്കി എല്ലാ സ്വത്തവകാശ നിയമങ്ങളും നമ്മളെ കാണുന്നത് ഒരാൾ ഓണറിനാണ് കോടതി വന്നാൽ വെയിറ്റ്. പക്ഷെ ഇതങ്ങനല്ല. ഇത് നമ്മൾ സ്ത്രീയായി നമ്മൾ ആ മാട്രിമോണിയൽ ഹോമിൽ നമ്മൾ താമസിച്ചു എന്നുള്ള ഒരു കൺസിഡറേഷനിലാണ് നമുക്ക് നിയമം ഈ ഒരു സർവീസ് തരുന്നത്. അപ്പം ഒന്നുകൊണ്ട് പേടിക്കേണ്ട അങ്ങനെയുള്ള ഒഴിവാക്കലുകളെ. പിന്നെ ഈ പ്രായമായവരിൽ ഞാൻ കൂടുതൽ കാണുന്നതാണ്, അവർക്ക് ഈ നമ്മൾ വർഷങ്ങളായി താമസിച്ച ആ വീടിനോട് ഭയങ്കര ഒരു ഇൻറ്റിമസി, അവർക്ക് ആ വീട്ടിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. മക്കൾ പറയും വേറെ പ്രോപ്പർട്ടി, നല്ല പ്രോപ്പർട്ടി വാങ്ങിക്കാം, നല്ല സ്ഥലങ്ങൾ വാങ്ങിക്കാം, അങ്ങോട്ട് പോകാം, വലിയ വീട് വെക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ജോലി സ്ഥലത്തോട്ട് പോവാ, ഈ വീട് നമുക്ക് വിൽക്കാം. അതൊക്കെ നമ്മൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളൊരു മൂവി പോലും ഉണ്ട്, തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറഞ്ഞ് പഴയൊരു. ഇപ്പം നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങൾക്കങ്ങനെ പോകാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ പോകണ്ട. കാരണം നിങ്ങൾ ഇത്ര നാളും ആ വീട്ടിൽ താമസിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ലീഗൽ റൈറ്റ് അവിടെ കിട്ടുകയാണ്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ചിലരുണ്ട് ഭയങ്കരമായിട്ടുള്ള ശല്യം, അതായത് ഡോട്ടർ ഇൻ ലോ, ഗ്രാൻഡ് ചിൽഡ്രൻ എല്ലാം ഭയങ്കര ബഹളം, ഒന്നും താമസിപ്പിക്കത്തില്ല, ഫുഡ് തരത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ചിലപ്പം ഒരു സീനിയർ സിറ്റിസൺ ആണെങ്കിലും ഒരു അമ്മയ്ക്കാണെങ്കിലും ആ വീട്ടിലെ സാഹചര്യത്തിൽ നിന്നും മാറിയാൽ കൊള്ളാം എന്ന് വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും നമുക്ക് ഈ നിയമപ്രകാരം നമുക്കൊരു ഓൾട്ടർനേറ്റ് റെസിഡൻസ് ചോദിക്കാം. അതായത് നമ്മളിപ്പം താമസിക്കുന്ന പോലെ ഒരു നമുക്ക് വലിയ ഇതൊന്നുമല്ല, എന്നാലും ഒരു സിംഗിൾ റൂം ഫ്ലാറ്റോ അങ്ങനെ എന്തെങ്കിലും ഓൾട്ടർനേറ്റ് റെസിഡൻസ്. അത് ആ മെയിൻ്റനൻസ്, അതായത് മക്കൾ നമ്മൾക്ക് മെയിൻ്റനൻസ് തരണം എന്നതുപോലെ തന്നെ ആ മെയിൻ്റനൻസ് എന്നുള്ള കോൺസെപ്റ്റിൽ തന്നെ വരുന്നതാണത്. ഓൾട്ടർനേറ്റ് റെസിഡൻസ്, റൈറ്റ് ടു ഓൾട്ടർനേറ്റ് റെസിഡൻസ്. അവിടെ പോയി സമാധാനപരമായിട്ട് താമസിക്കാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ അടുത്ത് ആൾക്കാർ വരുമ്പോൾ ഞാൻ ആ വരുന്ന ഇൻസിഡൻസിൽ കൂടെയാണ് ഞാൻ പറയുന്നത്. പിന്നെ വളരെ സ്പീഡിൽ പറയണമെന്നാണ് ദോഷ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത്. വളരെ കുറച്ച് ടൈമേ ഉള്ളൂ. അടുത്ത ഒരു സംഭവം എന്നാന്ന് വെച്ചാൽ ഞാൻ വരിക്കാം. വളരെ ഒരു 85 ഇയർ ഓൾഡ് ഒരു അമ്മച്ചി, എൻ്റെ ഒരു കക്ഷിയുണ്ട്, അവരുടെ പേര് ലക്ഷ്മി എന്നാണ്. അവർക്ക് കുറേ മക്കളുണ്ട്, 7 മക്കൾ. ആ 7 മക്കളും പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് ശ്രീ 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 എന്ന് പറഞ്ഞിട്ടാണ്. ശ്രീ രഞ്ജിനി, ശ്രീകുട്ടൻ, ശ്രീമതി. ആ ശ്രീകുട്ടി എന്തൊക്കെ പേരുണ്ടോ അതെല്ലാം ഇതൊരു ശ്രീ ബ്രിഗേഡാണ്. അപ്പം അമ്മച്ചി ഇവർക്കെല്ലാവർക്കും എതിരായിട്ട് കേസ് കൊടുത്തേക്കുവാണ്. കാരണം അമ്മച്ചിക്കിടെ ഹസ്ബൻഡ് മരിച്ചപ്പോൾ അമ്മച്ചിക്കുണ്ടായിരുന്ന വസ്തു ഇവരെല്ലാം കൂടെ പറഞ്ഞു, എന്നാൽ ഒരു മകൾക്ക് എഴുതി കൊടുക്കുക, അതൊക്കെ ആ മകൾ അമ്മയെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അതനുസരിച്ച് അമ്മ ഈ കേസ് ഈ വസ്തു എഴുതി കൊടുത്ത മകൾ അമ്മയെ നോക്കിയില്ല. ബാക്കി ആരും അമ്മയെ നോക്കിയില്ല. കാരണം അന്നേരം പറഞ്ഞാൽ അമ്മ അവക്കല്ലേ കൊടുത്തത്, ഞങ്ങൾ പിന്നെ എന്തിന് അമ്മയ്ക്ക് തരണം. അപ്പം അമ്മ കേസിന് വരും. അമ്മ കേസിന് വരുമ്പം ഈ ശ്രീ ആണല്ലോ പ്രശ്നം. അത് കോടതി വിളിക്കും. കുട്ടി വരുമ്പം ശ്രീ രഞ്ജിനി വരത്തില്ല, അത് വരുമ്പോൾ ശ്രീകുമാർ വരത്തില്ല, ഒക്കെ ആകെ കൺഫ്യൂഷൻ. അപ്പം ജഡ്ജി തന്നെ ചോദിക്കും, ഇത് ആരൊക്കെയാണ് വന്നിരിക്കുന്നത്, ഇത് ആരൊക്കെയാണ്, ഇവരുടെ പേരുകളെല്ലാം പറയാം. അവർ കൃത്യമായിട്ടെല്ലാം പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം അവർ ജഡ്ജിനോട് പറയുവാണ്, ഇതിനൊക്കെ ഇങ്ങനെ പേരിട്ടപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വരുമെന്ന് ഞാൻ ഓർത്തേയില്ല.
ഇല്ല എന്ന്. അപ്പം അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന സ്ത്രീകളും ഒക്കെ ഉണ്ട്. അപ്പം കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, നിങ്ങളൊക്കെ എന്തുമാത്രം ഭാഗ്യവതികളാണെന്ന് നോക്കുക. ഇനി നമുക്ക് ഈ പേരൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കൂടെ നമുക്ക് നിൽക്കണം, നമുക്ക് ആ വീട്ടിൽ തന്നെ താമസിക്കണം. പക്ഷേ അവർ നമ്മളെ യാതൊരു വിധത്തിലും സമ്മതിക്കുന്നില്ല, നമുക്ക് ഫുഡ് തരുന്നില്ല. ചിലരാണെങ്കിൽ എസ്പെഷ്യലി റൂംസൊക്കെ അടച്ചിടും, അങ്ങോട്ട് അമ്മ കയറേണ്ട, അടുക്കള അടച്ചിടും, ഒരു പ്രിവെൻറ്റിങ് ആക്സസ് ടു കിച്ചൺ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കോടതിയിൽ പ്രൊട്ടക്ഷൻ ഓർഡർ എന്ന് പറഞ്ഞ, പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, പ്രൊട്ടക്ഷൻ ഓർഡർ എന്ന് പറഞ്ഞ ഓർഡറുണ്ട്. ആ ഓർഡർ വാങ്ങിച്ചുകൊണ്ട് നമുക്കവിടെ സ്വസ്ഥമായിട്ട് താമസിക്കാം. ആ ഓർഡറിനെ വയലേറ്റ് ചെയ്ത്, പക്ഷെ കുറച്ച് ധൈര്യം വേണം കേട്ടോ, ആ ഓർഡറിനെ വയലേറ്റ് ചെയ്താൽ അത് അവർക്ക് നോൺ വെയിലബിൾ വാറണ്ട്, അവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നത് തന്നെയുള്ള ഒരു കുറ്റമാണ്. അപ്പം ഇങ്ങനെ ഒരമ്മച്ചിക്ക് ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്തു, അതായത് ഭയങ്കര പ്രശ്നം, അമ്മായിമ്മ മരുമകളും എല്ലാം ഭയങ്കര വഴക്ക്, അമ്മച്ചിയെ റൂമിനകത്ത് കയറ്റത്തില്ല, ബാത്റൂം യൂസ് ചെയ്തില്ല, അങ്ങനെ ആകുമ്പം അവരെ അതിനകത്തൊന്നും പ്രിവെൻറ്റ് ചെയ്യില്ലെന്നും പറഞ്ഞ് ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വന്നപ്പം അവർക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ എന്താണ് എന്നൊക്കെ പറഞ്ഞതിനെക്കുറിച്ച് നല്ല നിയമാവബോധമാണ്. അപ്പം വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ ഞാനാണേ നല്ലപോലെ മീൻകറി ഉണ്ടാക്കും, അപ്പോൾ ഞാൻ ഈ മീൻകറി ഉണ്ടാക്കിയ മീൻകറി ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ വെക്കും, എൻ്റെ മരുമോൾ സ്ഥിരമായിട്ട് ഇത് എടുത്തുകൊണ്ട് പോകും, അപ്പോൾ ഈ മീൻകറി എടുക്കുന്നതിന് പകരവും കൂടെ ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിച്ചു തരാമോ എന്ന് ചോദിച്ച ഒരമ്മച്ചിയുണ്ട്. കാരണം അവർ നോക്കിയപ്പോൾ പ്രൊട്ടക്ഷൻ ഓർഡർ നല്ല സുഖമാണ്, ഇത് വാങ്ങിച്ച് കൈ പിടിച്ചപ്പോൾ ആരും അടുക്കുന്നില്ല, സുഖമായിട്ട് ജീവിക്കാം. പക്ഷേ മീൻകറി വെക്കുന്നതിനൊന്നും പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടത്തില്ല, നമുക്ക് അവിടെയുള്ള സ്വൈര ജീവിതം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന രണ്ടാമത്തെ ആസ്പെക്റ്റ്, ഇവരെല്ലാവരും എന്നെ നോക്കുന്നുണ്ട്, ക്രിയേഷൻ ഓഫ് എ വിൽ. അത് ഒരു സീനിയർ സിറ്റിസന് മാത്രമായിട്ടുള്ള കുറച്ച് നിയമപരിരക്ഷകളാണ് ഞാൻ പറയുന്നത്. വില്ലെഴുതുക എന്നുള്ളത് നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഹിന്ദു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളുടെ സ്വത്തുക്കൾ അത് ഒരു ഡിസ്പ്യൂട്ടിനോ, അതായത് നമ്മുടെ മരണശേഷം അല്ലെങ്കിൽ കാലശേഷം ഒരു ഡിസ്പ്യൂട്ടിലേക്ക് പോകാതെ അത് വളരെ വൈസായും ഇൻ്റലിജൻ്റായും അത് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വില്ല് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി വില്ല് നമുക്കറിയാവുന്നതുപോലെ ജീവിച്ചിരിക്കുമ്പം വില്ല് പ്രകാരം ഒരു വസ്തു കിട്ടിയിട്ട് നമുക്ക് ഒരു കാര്യവുമില്ല. ഇറ്റ് വിൽ ടേക്ക് ഇൻ ടു എഫക്റ്റ് ഓൺലി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദാറ്റ് പേഴ്സൺ. ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ വിൽപത്രം പ്രാബല്യത്തിൽ വരത്തുള്ളൂ. ഇനി ഹൗ ടു ക്രിയേറ്റ് എ വിൽ, ഹൗ ടു എക്സിക്യൂട്ട് എ വിൽ, അത് വളരെ സോളമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതിന് വേണ്ട ഒരു ക്രൈറ്റീരിയ. ഇനി അപ്പം വില്ല് എഴുതണമെങ്കിൽ സീനിയർ സിറ്റിസൺ ആകണമെന്നൊന്നുമില്ല, മേജറായ ആർക്കും വില്ലെഴുതാം, മേജറായിട്ടുള്ള ആർക്കും വില്ലെഴുതാം. അപ്പം അങ്ങനെ രണ്ട് മേജറായിരിക്കണം, നമുക്കൊരു സൗണ്ട് ഡിസ്പോസിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. കാരണം പല കേസുകളിലും നമ്മൾ കാണുന്നത് വളരെ സെനൈലായ ഒരു ഭയങ്കര ഫെയ്റ്റലി ഇല്ലായിട്ടൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെ കിടന്ന് ഏതാണെന്നൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല, കണ്ണ് കാണത്തില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളിൽ വില്ല് എഴുതി വെക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതല്ല നിയമം പറയുന്നത്. അങ്ങനെയൊക്കെ എഴുതിയ വിൽപത്രം ആൾ കോടതി കയറിയില്ലെങ്കിലും നമ്മുടെ കാലശേഷം ആ വിൽപത്രം ഉറപ്പായിട്ടും കോടതി കയറും. അത് കഴിഞ്ഞിട്ടാണ് ആ വിൽപത്രത്തിലെ ഇൻറ്റൻഷനും കാര്യങ്ങളും അവിടെ അപഗ്രഥിക്കപ്പെടുന്നത്, ആളില്ലിവിടെ. അപ്പോൾ സൗണ്ട് ഡിസ്പോസിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കൊരു ബോധം വേണം. നമ്മൾ ഈ പർട്ടിക്കുലർ ഒപ്പും കൊണ്ട് അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ സിഗ്നേച്ചർ കൊണ്ട് നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടി ഇന്ന ഇന്ന വിധം കൊടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു കഴിവ്, അതാണ് നിയമം പറയുന്നത്. ഇപ്പം ഒരപ്പച്ചൻ വയ്യാതെ കിടന്നപ്പം കുറച്ച് ഒപ്പൊക്കെ ഇടിയിപ്പിച്ചു. കാര്യം എന്നാ പറഞ്ഞത്, ആധാർ കാർഡിലെ അപ്പച്ചൻ്റെ ഇതൊക്കെ മാറ്റാനാന്ന് പറഞ്ഞു. അപ്പച്ചൻ എല്ലായിടത്തും ഒപ്പിട്ട് കൊടുത്തു. അപ്പച്ചൻ അറിയത്തില്ല അത് വില്ലെഴുതാനായിരുന്നെന്ന്. അതുപോലെ അതല്ല നിയമം ഉദ്ദേശിക്കുന്നത്. അതുപോലുള്ള വിൽപത്രങ്ങളൊക്കെ ഉറപ്പായിട്ട് കോടതി കയറും. ഇനി രണ്ട്, വിൽപത്രം എഴുതുന്നതിൻ്റെ ടെക്നിക്കാലിറ്റി. വില്ലെഴുതുന്ന ആൾ ഒപ്പിടുന്ന വിൽപത്രം രജിസ്റ്റർ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ നമ്മളുടെ ഒരു സേഫർ സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും രജിസ്റ്റേർഡ് വില്ലായിരിക്കും. രജിസ്റ്റർ ചെയ്ത് വെക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും ബുദ്ധി എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പം ഒരു വില്ലെഴുതി നമ്മുടെ മക്കൾക്ക് പ്രോപ്പർട്ടി കൊടുത്തു, മക്കൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവും കാണത്തില്ല. എങ്കിൽ പോലും നാളെ ഈ പ്രോപ്പർട്ടിയിൽ അവർക്ക് ലഭിച്ച റൈറ്റും കൊണ്ട് അവരെന്തെങ്കിലും ബാങ്ക് ലോണോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരെന്താ പറയുന്നത്, ഈ വില്ല് കോടതിയിൽ പോയി തെളിയിച്ചിട്ട് വരാൻ പറയും, പ്രൊബേറ്റ്.
പക്ഷെ അതൊക്കെ നമുക്ക് രജിസ്ട്രേഷൻ ഓഫ് ദ വിൽ അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി വിൽപത്രം എപ്പോഴും 2 സാക്ഷികൾ വേണം. വിൽപത്രത്തിൻ്റെ കീ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. 2 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വേണം വിൽപത്രത്തിൽ ഒപ്പിടുന്നത്. ഇനി സാക്ഷി നിങ്ങൾ ഒപ്പിടുന്നതും കാണണം. ഒരുമിച്ച് 2 പേരുടെ കാണണമെന്നില്ല, 2ആയിട്ട് കണ്ടാലും മതി. ഇനി അതിനകത്ത് ഒരു നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു പോയിന്റ് ഉണ്ട്, പലർക്കും അറിയാതെ പോകാതെ, എസ്പെഷ്യലി ക്രിസ്ത്യൻസിനാണ്. ഹിന്ദുസിന് അത് ആപ്ലിക്കബിൾ അല്ല. അതായത് നമ്മൾ വിൽപത്രപ്രകാരം ഒരാൾക്ക് ഒരു വസ്തു കൊടുക്കുന്നെന്നിരിക്കട്ടെ. അപ്പം വിൽപത്രത്തിൻ്റെ 2 സാക്ഷികൾ വേണമല്ലോ. ആ 2 സാക്ഷികളിൽ ഒരാൾ ഈ വസ്തു വാങ്ങിക്കുന്ന ആൾ തന്നെ ആകാൻ പാടില്ല, അയാളുടെ ഭാര്യയോ ഭർത്താവോ ആകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ വിൽപത്രം ക്യാൻസലായി പോകും. അപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേറെ 2 സാക്ഷികൾ വേണം. ഇനി അടുത്തത്, നിങ്ങളെല്ലാവരും ഇപ്പം ലേറ്റസ്റ്റായിട്ട് ഇവിടെ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്, പത്രങ്ങളിലുമൊക്കെ വന്നു, കേരള ഹൈക്കോടതിയുടെ ഒരു പുതിയ വിധിയെക്കുറിച്ച്. വിൽപത്രത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, ഈ സാധാരണഗതിയിൽ നമുക്കൊരു വിൽപത്ര പ്രകാരം ഒരു വസ്തു നമുക്ക് കിട്ടുകയാണെന്ന് വെച്ചു, അതിനൊരു ടൈറ്റിൽ വേണ്ട, അതിനൊരു ആധാരം വേണ്ട. നമ്മൾ കൊണ്ടുപോയി ഈ വസ്തുവും ഈ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഫാമിലി മെമ്പർ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം കൂടെ അവിടെ കൊണ്ടുപോയി നമ്മുടെ പേരിൽ ഇത് മ്യൂട്ടേഷൻ നടത്തുകയാണ്, പേരിൽ കൂട്ടി കരമടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ കേരള ഹൈക്കോടതിക്ക് പുതിയൊരു വിധി വന്നിരിക്കുന്നു. ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ, ഇങ്ങനെ നമ്മൾ ഈ മ്യൂട്ടേഷൻ വിൽപത്ര പ്രകാരമുള്ള വസ്തു നമ്മൾ അവകാശപ്പെടുത്തി എടുക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ മറ്റ് ലീഗൽ ഹെയർസിനും, ഇപ്പോൾ ഒരമ്മ അല്ലെങ്കിൽ അപ്പൻ എഴുതി കൊടുക്കുന്നത് ചിലപ്പോൾ 4 മക്കളുണ്ടെങ്കിൽ 2 മക്കളുടെ പേരിലായിരിക്കും. ആ 2 മക്കൾ പണ്ടാണെങ്കിൽ ഇത് സുഖമായിട്ട് പോയി നമുക്കിത് ചെയ്ത് മേടിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ ചെല്ലുമ്പോൾ നിർബന്ധമായും മറ്റേ 2 മക്കളും, അതായത് ഒഴിവാക്കപ്പെട്ട 2 മക്കൾക്കും നോട്ടീസ് പോകണമെന്നൊരു വിധി വന്നിട്ടുണ്ട്. അത് വളരെ എല്ലാവരും ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നു. അത് ഭയങ്കര ക്രിറ്റിസിസം അതിനെക്കുറിച്ച് വാട്ട് ഈസ് എ പർപ്പസ് ഇൻ റൈറ്റിംഗ് എ വിൽ എന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ അതിനകത്ത് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ മറ്റവർ ഉറപ്പായിട്ടും ഒബ്ജക്ഷൻ പറയും, ഞങ്ങൾക്കും കൂടെ ഒന്നും കിട്ടിയില്ലല്ലോ, അവർ വല്ലതും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നോർത്ത് ഉള്ള ഒരു സംഭവമുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. പിന്നെ നമ്മൾ സീനിയർ സിറ്റിസൺ, നമ്മളെ സീനിയോറിറ്റിയിൽ എപ്പോഴും നമ്മൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും വൈസായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് വീടാണെങ്കിൽ വീട്, വസ്തുവാണെങ്കിൽ വസ്തു, വീട്ടിലും വസ്തുവിലും താമസിക്കാനുള്ള അവകാശം, വസ്തുവിൽ നിന്നും ആദായം എടുക്കാനുള്ള അവകാശം, അത് ലൈഫ് ഇൻട്രസ്റ്റ്, അത് റിസർവ് ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ മക്കൾക്കോ ബാക്കിയുള്ളവർക്കോ നമ്മൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സമയക്കുറവ് കാരണം ഞാനിവിടെ നിർത്തുന്നു. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്, ഇന്നൊന്നും പറഞ്ഞ് തീരത്തില്ല. പിന്നെ വായിക്കട്ടെ, പ്രസിഡന്റ് വായിക്കുന്നു. പ്രസിഡന്റ് എന്നെ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഇന്നൊരു മെമ്മോറാണ്ടം തയ്യാറാക്കിയിട്ടുണ്ട്. തനിയെ താമസിക്കുന്ന സീനിയർ സിറ്റിസൺസിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ ഡിസ്ട്രിക്ട് പോലീസ് ചീഫിനും കളക്ടർക്കുമാണ് മെമ്മോറാണ്ടം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നമ്മൾ കുറച്ച് ഒരു സജഷൻസ് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും വായിക്കണം എന്നില്ല, പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പം അത് പറയുന്നത് സീനിയർ സിറ്റിസൺ, ഇങ്ങനെ തന്നെ താമസിക്കുന്ന സീനിയർ സിറ്റിസൺസിന് ഒരു മാൻഡേറ്ററി രജിസ്ട്രേഷൻ, ആ കൺസേൺ പോലീസ് സ്റ്റേഷനിൽ ഒരു മാൻഡേറ്ററി രജിസ്ട്രേഷൻ വേണം എന്നുള്ള ഒരു നിയമം, ഒരു റൂള് നിർബന്ധമാക്കുക. 1. 2, ഈ സീനിയർ സിറ്റിസൺസ് താമസിക്കുന്ന ആ ഒരു ഏരിയയിൽ റെഗുലറായിട്ടുള്ള പോലീസ് പട്രോളിങ്, പോലീസ് ചെക്സ്, ഹെൽപ്പ് ലൈൻ, അല്ലെങ്കിൽ അവർ ഫോൺ വിളിച്ച് ചോദിക്കുമ്പോൾ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടല്ലോ, സല്ലാപം എന്ന് പറഞ്ഞ് ആർക്ക് വേണേലും സംസാരിക്കാം, സീനിയർ സിറ്റിസണോട് തന്നെ സംസാരിക്കാൻ ആൾക്കാരെ വിടുന്നു. അതുപോലെ അത് സംസാരിച്ചില്ലെങ്കിലും അവർ രാവിലെ എണീറ്റിട്ടുണ്ടോ, ഉണ്ടോ സേഫാണോ എന്നൊക്കെ ഫോൺ ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യം. 2, എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു സീനിയർ സേഫ്റ്റി സെല്ലുണ്ടാക്കുക. അതിന് ചിലപ്പോൾ ഇവർ വാട്സപ്പ് ഗ്രൂപ്പുകളും അങ്ങനെയൊക്കെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇനി അതിൻ്റെ കോർഡിനേറ്റർ ഒരു വുമൻ പോലീസ് ചീഫ് ഓഫീസറാക്കുക. കാരണം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ഉണ്ടാകാൻ. പിന്നെ ഇൻസ്റ്റലേഷൻ ഓഫ് എൻ എമർജൻസി റെസ്പോൺസ് സിസ്റ്റം, അത് എന്തുമാത്രം പ്രാക്ടിക്കലാണെന്ന് അറിയത്തില്ല. ചൈൽഡ് ലൈനൊക്കെ പോലെ സീനിയർ സിറ്റിസണിന് സേഫ്റ്റി, എന്തെങ്കിലും ഒരു എമർജൻസി
പോലീസ് സഹായം വേണമെങ്കിൽ അത് സംസാരിക്കാൻ ഒരു സിസ്റ്റം, ഒരു റെസ്പോൺസ് സിസ്റ്റം, പിന്നെ ഇവർക്ക് പാനിക് ബട്ടൺസ് ഒക്കെ വെച്ചാൽ അതൊക്കെ എനിക്ക് തോന്നുന്നു വെസ്റ്റേൺ കൺട്രീസിലല്ല, നമുക്ക് പറഞ്ഞു നോക്കാം ഇവരുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. പിന്നെ തന്നെ താമസിക്കുന്നവർക്ക് ഒരു സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് പ്രോഗ്രാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട് വാതിൽ തുറക്കാതെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി തട്ടിപ്പുകാർ ദിവസം തോറും നമ്മൾ വീട് തുറന്നിടുമ്പോൾ വരുന്നതാണ് ആ പിരിവ് ഈ പിരിവ് മറ്റു കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അതിനെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിനൊരു അവയർനെസ് പ്രോഗ്രാം. ഇനി അടുത്തത് ലോക്കൽ സീനിയർ സിറ്റിസൺസ് ഓർഗനൈസേഷൻ, സീനിയർ സിറ്റിസൺസിൻ്റെ വെൽഫെയറിനായിട്ടുള്ള കുറേ ഓർഗനൈസേഷൻസ് ഉണ്ട്. അവർക്ക് പലർക്കും ഈ സീനിയർ സിറ്റിസൺസിന് ഫേവർ ചെയ്യുന്ന പ്രോജക്ട്സ് ഉണ്ട്. അത് അവരുമായിട്ട് ചേർന്ന് എന്തെങ്കിലും ഒരു ഡൊമസ്റ്റിക് വയലൻസ്, ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഒത്തിരി പേര് ഇങ്ങനെ ഓരോ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെ ചെന്ന് കാണുവോ, കൗൺസിലേഴ്സും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവോ. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയത്തില്ല, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വീടിൻ്റെ നമുക്ക് തന്നെ കാണാം, അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും ഒക്കെ ഇങ്ങനെ പൂട്ടിയിടുകയും ഉപദ്രവിക്കുകയും അങ്ങനെയൊക്കെ ചെയ്താൽ എന്താണ് ചെയ്യേണ്ടതെന്നൊന്ന് മനസ്സിലാക്കിക്കൂടെ ബാക്കിയുള്ളവർക്ക്, എവിടെ റിപ്പോർട്ട് ചെയ്യണം എന്ന്. അതിന് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഒരു സ്കീമുണ്ട്, വയോനാമ എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. അവരെയൊക്കെ അപ്രോച്ച് ചെയ്താൽ ഇങ്ങനെ ഫുഡില്ലാതെ നോക്കാൻ, രോഗം വന്ന് കിടക്കുന്നവരെ, കിടപ്പ് രോഗികളെയൊക്കെ നോക്കാനുള്ള ഒരു പ്രൊവിഷൻ അവർ ചെയ്തു കൊടുക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഇതും കൂടെ ക്ഷണിക്കുന്നു, നിങ്ങളുടെ സജഷൻസും കൂടെ ക്ഷണിക്കുന്നു. അത് കൂട്ടി നമ്മുടെ മെമ്മറാണ്ടം ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും, ഗ്രൂപ്പുകളിൽ YWCA ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അതെല്ലാം കൂടെ കൂട്ടി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഇതിനകത്ത് സൈൻ ചെയ്യുക, മെമ്മറാണ്ടം ഗ്രൂപ്പിലിടും. പിന്നെ ബാക്കിയുള്ള കാര്യം മെമ്മറാണ്ടം സബ്മിറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രസിഡൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഓൾ, എന്നെ ഇത്രയും നേരം കേട്ടിരുന്നതും എല്ലാവർക്കും നന്ദി.